വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 2ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം വായിക്കണം. ഇതിനു മുമ്പ് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഉസ്താദ് പറയുമ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ചോദ്യങ്ങളും കുട്ടികളെ കൊണ്ട് ചോദിക്കുകയും അവരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് നമ്മൾ ധാരാളം 2ാം ക്ലാസ്സിലെ മോഡൽ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കി അതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാത്തവർ താഴെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കമൻറ്റ് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചോദ്യപേപ്പറുകളും ലഭിക്കുന്നതാണ്. നമുക്കിനി ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കലാണ് ആദ്യത്തെ പ്രവർത്തനം. ഒന്നാമത്തത്, അധ്യാപകർ ഏതു മതത്തിൽ പെട്ടവരായാലും നാം ഡാഷ്. അധ്യാപകർ ഏതു മതത്തിൽ പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം. രണ്ടാമത്തത്, ബന്ധുക്കളുമായി യാതൊരു കാരണത്താലും ഡാഷ്. ബന്ധുക്കളുമായി യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത്. 3, ഉമ്മ പറഞ്ഞു. അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ ഡാഷ്. നമ്മുടെ ഉസ്താദ് എന്നുള്ള പാഠത്തിലുള്ളതാണ്. ഉമ്മ പറഞ്ഞതെന്താ? അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. അതാണ് ഉമ്മ പറഞ്ഞത്. 4, ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹ്യ ബിനു ഷറഫ്. ഈ യഹ്യ ബിനു ഷറഫ് എന്നുള്ള പേര് കുട്ടികളെ എഴുതി പഠിപ്പിക്കണേ. പരീക്ഷകളിൽ അധികം വരാറുണ്ട്. തെറ്റാതെ എഴുതാൻ വേണ്ടിയിട്ടാണ്. 5, മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം ഡാഷ്. പൂരിപ്പിക്കാം. മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ചോദ്യത്തിന് ഉത്തരം എഴുതാം. ചോദ്യം 1, ഉസ്താദുമാരെ കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? ഉസ്താദുമാരെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് തന്നെ, എഴുന്നേറ്റു നിൽക്കണം. അതാണ് ചെയ്യേണ്ടത്. 2, നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? എന്താണ് ചോദ്യം? നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇത് ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചതാണ്. പിന്നെ നബി തങ്ങളുടെ മറുപടിയായിരുന്നു നിൻ്റെ ഉമ്മയോട് എന്ന്. അപ്പോൾ എന്ന് ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? നിൻ്റെ ഉമ്മയോട്. ഇനി അടുത്ത ചോദ്യം, ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണവർ ആര്? ഉസ്താദ് എന്നുള്ള പാഠത്തിലുണ്ട്. അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ആരാണ്? ഉസ്താദുമാർ. ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാണ് നമ്മുടെ ഉസ്താദുമാർ. ചോദ്യം 4, അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ആരെ?
ആരെയാണ് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടം? ഇത്തരം കുടുംബ ബന്ധം പാലിക്കുന്നവരെ. ആ പാഠത്തിൽ തന്നെ ആരാണ് അയൽവാസി? അയൽവാസി എന്ന് പറയുന്നു ആർക്ക്? അതുപോലെ കുടുംബം, ആരാണ് കുടുംബക്കാർ? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത പ്രവർത്തനം 3 വീതം എഴുതാം. ഒരു ചോദ്യത്തിന് 3 ഉത്തരം എഴുതണം. അതാണ് ഈ പ്രവർത്തനം. ചോദ്യം 1 ഇതാണ്: പിതാവ് നമുക്ക് വാങ്ങിത്തരുന്നവ. നമ്മുടെ ഉപ്പ നമുക്ക് എന്തൊക്കെ വാങ്ങിത്തരുന്നുണ്ട്? ഓരോ കള്ളിയിലും ഓരോന്ന് എഴുതുക. 1 ഭക്ഷണം വാങ്ങിത്തരാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ മിഠായി എന്ന് എഴുതാം, അല്ലെങ്കിൽ കളിക്കോപ്പുകൾ. 2 വസ്ത്രം. നമ്മുടെ ഉപ്പയാണ് വസ്ത്രം വാങ്ങിത്തരുന്നത്. അതുപോലെ 3 പഠനോപകരണങ്ങൾ. നമുക്ക് പഠിക്കാൻ ആവശ്യമായ ബുക്ക്, ബാഗ്, പെൻസില്, മറ്റു പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ, ഇതൊക്കെ വാങ്ങിത്തരുന്നതൊക്കെ ആരാണ്? പിതാവാണ്. ചിലപ്പോൾ പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നതും, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നത് എഴുതാം. പിന്നെയോ വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത് എഴുതാം. ഇതൊക്കെ ഇതിൽ എഴുതാം. ഇനി അടുത്ത ചോദ്യം: മാതാവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഉമ്മ നമുക്ക് ചെയ്തു തന്നത്? 1 ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു. 10 മാസത്തോളം ഗർഭം ധരിച്ചു. അതുപോലെ 2 വേദനിച്ചു പ്രസവിച്ചു. 3 കഷ്ടപ്പെട്ടു വളർത്തി. അതുപോലെ കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഉമ്മയാണ്. ഉമ്മ ചെയ്തു തരുന്ന കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഉമ്മയാണ്, നമ്മളെ വസ്ത്രം ധരിപ്പിക്കുന്നത് ഉമ്മയാണ്, നമ്മുടെ വസ്ത്രം അലക്കുന്നത് ഉമ്മയാണ്, വീട്ടുകാര്യങ്ങൾ മുഴുവനും നോക്കുന്നത് ഉമ്മയാണ്. ഒക്കെ എഴുതാം. അടുത്ത പ്രവർത്തനം പകർത്തി എഴുതാം. ഓരോ വാക്കുകളും കൃത്യമായിട്ട് നോക്കി അതിലുള്ള പുള്ളികളോ ഒകാരചിഹ്നങ്ങളോ യകാരചിഹ്നങ്ങളോ ഒന്നും പോവാത്ത രീതിയിൽ കൃത്യമായി എഴുതുക. 1 സന്തോഷം. ഇതിൽ എഴുതി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക? എല്ലാ അക്ഷരവും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 2 പങ്കാളി. 3 പഠിപ്പിക്കുന്നവർ. 4 അധ്വാനിച്ചു. ഇതൊക്കെ കൃത്യമായി തെറ്റുകൂടാതെ എഴുതാം. അവസാനത്തത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതൊരു പ്രാർത്ഥനയാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന. അത് ചിലപ്പോൾ എഴുതാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മക്കളെ കൊണ്ട് എന്ത് ചെയ്യണം? ഈ കാണുന്ന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് എഴുതി പഠിപ്പിക്കുക. അത് ചിലപ്പോൾ ചോദിക്കാം. ഇത് പകർത്തി എഴുതേണ്ടതാണ്. ഇതോടുകൂടെ നമ്മുടെ 2ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഖിലാക്കിലെ ക്വസ്റ്റ്യനൊക്കെ അവസാനിച്ചു. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പഴയ ചാപ്റ്റർ, അതായത് പാദവാർഷിക പരീക്ഷയ്ക്കുള്ള ചാപ്റ്ററുകളാണ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്. അർദ്ധവാർഷിക പരീക്ഷൻ്റെ ചാപ്റ്ററുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പാദവാർഷിക പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ക്വിസ്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.